ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം പുലർച്ചെ 4 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ 4 മണിയാകുമ്പോഴത്തേക്കൊന്ന് ഉറങ്ങി എണീച്ച് മുഖമൊക്കെ കഴുകിയിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നെൻ്റെ പിറന്നാളാണ് കേട്ടോ, ഡിസംബർ 20. എനിക്കന്ന് 28 വയസ്സായിട്ടാ. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലത്തെ ചായയും ചോറും കറിയും ഉപ്പേരിയും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അതിന് ശേഷം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും പിറന്നാളല്ലേ, അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രിക്ക് ചായക്ക് കഴിക്കാൻ ഉണ്ടയാക്കി ചെറുപയർ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ട 2-3 ബാക്കി ഉണ്ടായത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയർ കറി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചു. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഒഴിച്ചു വെച്ച ശേഷം ഒന്ന് ടേബിളിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ച് അടുപ്പിൽ നിന്ന് വെണ്ണീറൊക്കെ വാരി വൃത്തിയാക്കി പുറത്ത് കൊണ്ടിട്ടതിന് ശേഷം ഒന്ന് പാത്രമൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് അടയ്ക്ക് ഒന്ന് അടിക്കണം. അപ്പച്ചമ്മ ഞാൻ പുറത്തോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. മുറ്റത്തേക്ക് അട കൊണ്ടുവച്ചില്ല, മുറ്റത്തെ പൈപ്പിൻ്റെ അവിടെ നിന്ന് കഴുകാമെന്നാട്ടോ വിചാരിച്ചിൽ. നല്ല കരിയില പാത്രമാണെങ്കിൽ അത് പുറത്ത് നാട്ട കഴുകുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ അകത്ത് കുറച്ച് മാത്രം സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ സ്റ്റീലിൻ്റെ പാത്രം കാര്യങ്ങളൊക്കെ അകത്തുനിന്ന് കഴുകും. ബാക്കിയുള്ള കരി പിടിച്ച കലവും ചട്ടി അങ്ങനത്തെയൊക്കെ പുറത്തുനിന്ന് നാട്ട കഴുകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ എനിക്ക് വേറൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മളൊന്ന് അടിച്ച് വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാം. ഞാൻ മാത്രമേ ഇപ്പോൾ എഴുന്നേറ്റില്ല കേട്ടോ. മായച്ചേട്ടനും കിങ്ങിണിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാലയിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ശരണം വിളിക്കാനായിട്ട് അവരൊരു 5 മണി 5:10 മാത്രമേ അവർ എഴുന്നേൽക്കുള്ളൂ. ഒരു 5:10 അവർ എഴുന്നേറ്റിട്ട് അവർ നേരെ പല്ലൊക്കെ തേച്ചിട്ട് ഭജനമഠത്തിലേക്ക് പോകും കേട്ടോ, ശരണം വിളിക്കാനായിട്ട്. അപ്പോൾ അവർ എഴുന്നേൽക്കാതെ എനിക്കവിടെ അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ എണീക്കുന്നതിന് മുമ്പായിട്ട് അടുക്കളയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പാത്രം കഴുകുന്നതും കാര്യങ്ങളൊക്കെ. മാത്രമല്ല ഇന്നിപ്പോൾ മക്കൾക്കെല്ലാം സ്കൂളിൽ പോകണം. അപ്പോൾ കിങ്ങിണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോറും കറിയും എല്ലാം ആക്കുകയും വേണം. അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ ആവാനും ഉണ്ട്. ഒരു ഉപ്പേരിക്കറി വെക്കണം, ഒരു ചാറ് കറി ഉണ്ടാക്കണം, പിന്നെ ചോറ് വെക്കണം, പിന്നെ രാവിലെ ചായക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂൾ അടക്കുമല്ലോ, ഇന്ന് സ്കൂൾ അടക്കുന്നതാണ് അവർക്ക്. അപ്പോൾ ഉച്ചവരെ മാത്രമേ സ്കൂളുള്ളൂ, എങ്കിലും ഭക്ഷണം കൊണ്ടുപോകണം. സ്കൂളിൽ ഇന്ന് ക്രിസ്മസിൻ്റെ പരിപാടിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും ഡാൻസിനൊക്കെ കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ചെറിയ രീതിയിലൊക്കെ തണുപ്പ് ഉണ്ട്, നല്ലൊരു തണുപ്പില്ല, എന്നാലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ വെക്കുന്നത്. സാമ്പാറും പിന്നെ ഒരു പയറും ക്യാരറ്റും ഉണ്ട്. അപ്പോൾ അതും കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ചോറ് വെക്കണം. പിന്നെ നമ്മൾക്ക് ദോശ ആട്ടോ കഴിക്കാൻ ചായക്ക് ഉണ്ടാക്കുന്നത്. നീർദോശ, പച്ചരി ദോശ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ അതൊരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് കേട്ടോ ദോശ. അതധികം നമ്മുടെ നാട്ടിലധികം എല്ലാവരും ഉണ്ടാക്കലുണ്ട്, നീർദോശ അല്ലെങ്കിൽ പച്ചരി ദോശ. അങ്ങനെ അടുക്കളയുടെ ഉള്ളിൽ വൃത്തിയാക്കി അടിച്ച ശേഷം പാത്രമൊക്കെ കഴുകി അതിന് ശേഷം ഞാൻ ബാക്കി ഹാളിലും എല്ലായിടത്തും ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. അവർ മായച്ചേട്ടനും കിങ്ങിണി ശരണം വിളിക്കാനായിട്ട് പോയി ഭജനമഠത്തിലേക്ക്. കുഞ്ഞാറ്റാണെങ്കിൽ ഉറങ്ങി എണീറ്റില്ല കേട്ടോ. അങ്ങനെ അകത്തടിച്ച ശേഷം ഒന്ന് മുറ്റത്തേക്ക് അടിക്കണം. മുറ്റത്ത് അടിക്കുന്നതിന് മുൻപട്ടേ പൂജാമുറിയിൽ പോയിട്ട് ഒന്ന് അടിച്ചു വാറ്റി കിണ്ടിയും വെള്ളമൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരണം. പിന്നെ മാത്രമല്ല ഇന്നലെ ഞാൻ വൈകുന്നേരം നല്ല വൃത്തിക്ക് എല്ലായിടത്തും ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ ഞാൻ എന്തായാലും എല്ലായിടത്തും തുടക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ സമയം ഒരുപാട് വൈകും തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് അതിന് നിൽക്കുന്നില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം നല്ല വൃത്തിക്ക് തുടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചിട്ട് വന്ന് ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഇതാ കുളിച്ചിട്ടെല്ലാം വന്നു. കുളിച്ചിട്ട് വന്നപ്പോൾ തന്നെ കുറച്ചൊരാശ്വാസമായി. എപ്പോഴും രാവിലെ എഴുന്നേറ്റപാട് കുളിക്കാൻ നമുക്കൊരു മടിയായിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റപാട് കുളിക്കുന്നതിനെക്കാട്ടും നമ്മളൊന്ന് എല്ലാ പാത്രമൊക്കെ കഴുകി മുറ്റമൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്കില്ല നല്ല ചൂടെടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കുളിക്കാൻ വേണ്ടി തോന്നും. അങ്ങനെ കുളിച്ച് കിട്ടുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിണറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, വെള്ളം എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഒരു പാനി വെള്ളം മാത്രമേ എന്തായാലും ഇപ്പോൾ രാവിലേക്ക് എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ അതിനായിട്ട് ഞാൻ വെറുതെ മോട്ടർ ഓൺ ആക്കിയിട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് കിണറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ല നിലാവെളിച്ചമുണ്ട് കേട്ടോ. നേരം കുറച്ചൊക്കെ പുലരാനായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് കിണറ്റിൽ നിന്ന് ഒരു പനി വെള്ളം എടുത്തു. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് സാധാരണ വെക്കുന്നതാണ് കിണ്ടിയും വെള്ളമെല്ലാം പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് വന്നതിന് ശേഷം നമ്മളെ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണത്തിൻ്റെ എന്താ പറയണ്ടേ പരിപാടിയൊക്കെ തുടങ്ങണം. അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇന്നലെ കൊണ്ടുവന്നായിരുന്നു പച്ചക്കറിയെല്ലാം. പയർ കുറച്ച് നല്ല പയറാണെന്ന് തോന്നിയിട്ടുണ്ട് കണ്ടപ്പോൾ. അങ്ങനെ പച്ചക്കറിയെല്ലാം പുറത്ത് വെച്ച് ആദ്യം തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് അടുപ്പത്ത് വെക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാൻ വെക്കാം, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ മാഷേട്ടനെല്ലാം വന്നു. കിങ്ങിണിയും മാഷേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാഷേട്ടൻ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മാഷേട്ടൻ ഈ സമയമാകുമ്പോഴത്തേക്ക് പണിക്ക് പോകലുണ്ട്. ഇന്നെന്തോ പണിയില്ലയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നേരെ ഇങ്ങനെ വിളിച്ച് വന്നുകൊണ്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞുണ്ട്, കോടമഞ്ഞുണ്ട്. കണ്ട് ദൂരത്തേക്ക് നോക്കുമ്പോൾ ഒരു പുക പോലെ ചെറിയ രീതിയിൽ തണുപ്പും നല്ല രീതിയിലൊരു കോടമഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ പുറത്തോട്ട്. അങ്ങനെ പയറും ക്യാരറ്റും മുറിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു സാധനം എല്ലാവരും കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ ചിലരുടെയൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ടാകും. ഇത് നല്ലൊരു ഉപകാരമുള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ടൗണിൽ പോയപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ പച്ചക്കറിയൊക്കെ. കുറേ സമയം നമുക്ക് ലാഭിക്കാം. അപ്പോഴത്തേക്ക് കിങ്ങിണി ഓടാൻ പോയിട്ട് വന്നു കേട്ടോ. അപ്പുറം ഏട്ടൻ്റെ മോനും മാലിട്ടുണ്ട്. അവർ ഈ രാവിലെ കുറച്ച് നേരം ഓടാനായിട്ട് പോകുന്നുണ്ട്. ഓടാനല്ല, നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നടന്നിട്ട് ക്ഷീണിച്ചിട്ട് വന്നവിടെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കുടിച്ചു. അതിനുശേഷം നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ടു. എല്ലാ കഷ്ണവും ഒന്നിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, ഒരു കഷ്ണം വെളുത്തുള്ളിയും പുളിവെള്ളം വെള്ളവും കൂട്ടിയിട്ട് ഒന്ന് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചു. ആ സമയത്ത് മാഷേട്ടൻ എനിക്കിത് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പയറും ക്യാരറ്റും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ച് നമുക്ക് നീർദോശ ഉണ്ടാക്കാനായിട്ട് പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങയും വെള്ളവും കൂട്ടിയിട്ട് ഒന്ന് നല്ല വൃത്തിക്ക് അരച്ചെടുക്കാം. അരച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ മാഷേട്ടൻ മുറിച്ചെന്ന പയറും ക്യാരറ്റെല്ലാം കൂടിയിട്ട് ഞാൻ ഇവിടെ വേവിക്കാനായിട്ട് കടുകും കരിയാമ്പൊക്കെ പൊട്ടിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു. ഗ്യാസിൻ്റെ ഇപ്പുറ സൈഡിൽ ഞാൻ കുറച്ച് വെളുത്തേരി ചോറ് വെക്കാനായിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട്. അതും ഒന്ന് വെച്ചതിന് ശേഷം തേങ്ങയും വെളുത്തുള്ളി ചിരകിയത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. പയറെല്ലാം കുക്കർ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ ആ സമയം കൊണ്ട് അത് രണ്ടും ആവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയ്ക്കുള്ള അരപ്പ് ഇതാ ഈ ഒരു പാകത്തിനായിട്ട് അരപ്പാണ്, കുറച്ച് ലൂസായിട്ട് തന്നെ ആവണം. അങ്ങനെ ചട്ടി നന്നായിട്ട് ചൂടായ സമയത്ത് നമ്മൾ ദോശയുടെ എണ്ണ പരട്ടി കൊടുക്കുക. വാഴക്കൈ കൊണ്ടാട്ടോ എണ്ണ വരട്ടുന്നത്. എണ്ണ വരട്ടിയ ശേഷം നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ സാധാരണ ദോശ ഇടുന്ന പോലെ ചുടാം. ചുട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ദോശ കിട്ടിയിട്ടാണ്. നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് നമ്മൾ നീർദോശ അല്ലെങ്കിൽ പച്ചരി ദോശ എന്ന് പറയുന്നത്. നല്ല കറി ഉണ്ടെങ്കിൽ നല്ല രസമാണ് കഴിക്കാനായിട്ട് തന്നെ. ഞാൻ പറഞ്ഞല്ലോ കിങ്ങിണിക്ക് കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് സ്കൂളുണ്ടെന്ന്. അപ്പോൾ കുഞ്ഞാറ്റ ഇപ്പോൾ കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കുളിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കിങ്ങിണിയാണെങ്കിൽ ഒരു കുപ്പായം ജീൻസും അതൊക്കെ ഇട്ടിട്ട് അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കുക്കറിൽ എയറൊക്കെ പോയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കടുക് പൊട്ടിക്കുക. എണ്ണയിൽ ചെറിയ ഉള്ളിയും മുളക് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വറുത്തിട്ട് സാമ്പാറിലേക്ക് ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. കറി വാങ്ങുന്നതിന് തൊട്ട് മുമ്പിട്ട് കുറച്ച് കായപ്പൊടിയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മല്ലിയില കൊണ്ടുവന്ന് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാമ്പാർ ശരിക്കും പൊടിയിട്ടുണ്ടാകുന്ന സാമ്പാറാണ്. ശരിക്കും നമ്മൾ നാടൻ മസാല നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് പൊടിച്ചുണ്ടാക്കിയ സാമ്പാറും കൂടി വന്നിട്ട് അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇതാട്ടെ എനിക്ക് രാവിലെ കിട്ടിയ പണി എന്ന് പറയുന്നത്. കാലം അടുപ്പത്ത് വെച്ചപ്പോൾ ചോരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ വെണ്ണീറും ചാണകമൊക്കെ പരട്ടി വീണ്ടും ഞാൻ ചോറ് വെക്കാനായിട്ട് വെച്ചാട്ടോ. അപ്പോഴത്തേക്കും കാലം വീണ്ടും നല്ല രീതിയിൽ ചോരുന്നുണ്ട്. പിന്നെ എൻ്റെ സമയം വെറുതെ അവിടെ പോയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്യാസിൽ കൊണ്ടുവച്ചു വന്നിട്ട് ചോറൊക്കെ. മാത്രമല്ല അല്ലെങ്കിൽ എൻ്റെ പഴയ ചട്ടി പോയപ്പോൾ ഞാൻ പുതിയൊരു ചട്ടിയല്ല കലം പോയപ്പോൾ പുതിയൊരു കലം വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കിങ്ങിണിയും കുഞ്ഞാറ്റയൊക്കെ ചായ കുടിച്ചു. മാഷേട്ടനും ചായ കുടിച്ചിട്ട് സ്കൂളിൽ പോകാനുള്ള ഒരുക്കാന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കാണെങ്കിൽ വിശന്നിട്ട് കഴിഞ്ഞില്ല. ഞാനും പെട്ടെന്ന് ഒരു 2 ദോശയും സാമ്പാറും എടുത്തിട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് കൊണ്ടുകൊണ്ട് ചോറും കറിയും ഉപ്പേരിയും വെള്ളമൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചു, ബാഗിൽ വെച്ചു. കുഞ്ഞാറ്റയ്ക്ക് വെള്ളം മാത്രമേ ഇന്ന് കൊണ്ടുപോകൂ കേട്ടോ. അങ്ങനെ അടുക്കളയിലത്തെ പണിയൊക്കെ ഈ ഒരു സമയത്തിനിടയ്ക്ക് ഞാൻ ഒരുവിധമൊക്കെ തീർത്ത് വൃത്തിയാക്കി വെച്ചതിന് ശേഷം കേട്ടോ പിള്ളേരെ കൊണ്ടാക്കാനായിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എൻ്റെ സമയം വെറുതെ പോവുകയും ചെയ്തു. കാലത്തിൽ ചോറ് വെക്കുമ്പോഴത്തേക്ക് വെള്ളം ചോർന്നിട്ട് അങ്ങനെയും പോയി. പിന്നെ മാത്രമല്ല ഒന്ന് അമ്പലത്തിലേക്കും പോകണ്ടേ, അതുകൊണ്ട് കുറച്ച് തിരക്കും ഉണ്ട് എനിക്ക്. എന്തായാലും ബസ് വരുന്ന സമയം അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബസ്സെല്ലാം വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിള്ളേരെ. അത് കഴിഞ്ഞ് മക്കളെല്ലാം ഒന്ന് ബസ് കയറ്റി വിട്ടതിന് ശേഷം തിരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഇനി വീട്ടിലെത്തിയിട്ട് അന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി നമുക്ക് റെഡി ആവാം കേട്ടോ. എൻ്റെ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട്? വാങ്ങിയിട്ട് ഒരു 3 മാസത്തിനടുത്തായിട്ടോ. ഞാൻ ഇതുവരെ ഇടാതെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഞാനൊന്ന് റെഡി ആയിട്ടുണ്ട്.
ഞാനിന്ന് ഒന്ന് പിരികമൊക്കെ ത്രെഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 8 മാസത്തിന് ശേഷം കേട്ടോ ഒന്ന് പിരികം ത്രെഡാക്കുന്നത്. വേറെ ആവശ്യത്തിന് ടൗണിൽ പോയപ്പം ത്രെഡ് ചെയ്തതാണ് കേട്ടോ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ളൊരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ട് വഴിയിലാണ് കേട്ടോ ചേച്ചിയുടെ വീട്. ഏട്ടൻ്റെ ചേച്ചിയുടെയും. അപ്പോൾ ചേച്ചീനെ അവിടുന്ന് വഴിക്കുന്ന കൂട്ടി ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നില്ല ചേച്ചിനെ, അങ്ങനെ ചേച്ചിയോട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ അമ്പലമാണ് കേട്ടോ, നമ്മളെ നാട്ടിലത്തെ നമ്മുടെ അമ്പലം. ഈ അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് വലിയൊരു ആൽമരമാണ് കേട്ടോ. അതിൻ്റെ ചുറ്റും ഇതുപോലെ കല്ല് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അമ്പലത്തിൻ്റെ വലത് ഭാഗത്ത് അയ്യപ്പൻ്റെ അല്ലെങ്കിൽ എന്താ സ്വാമിയുടെ ഒരു ഇതാണ് കേട്ടോ. അവിടെയാണ് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ശരണം വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ സ്ഥലത്തു നിന്നാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ നമ്മുടെ ഭജനമഠത്തിലാണ് കേട്ടോ ശരണം വിളിക്കുന്നതൊക്കെ. ഇത് എത്ര വലിയ ആൽമരാന്നറിയും. ഓരോ അമ്പലത്തിനും ഓരോ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിനും ഉണ്ട് കേട്ടോ കുറേ ചരിത്രങ്ങളൊക്കെ. ഇതാണ് കേട്ടോ നമ്മൾ തെയ്യം ഉണ്ടാകുന്ന സ്ഥലം. നമ്മളെ നാട്ടിൽ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. തെയ്യം കളിക്കുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ, ഈ ഒരു കണ്ടത്തു നിന്നാണ്. അപ്പോൾ ആ കണ്ടത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ തെയ്യം കളിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് പോയി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. ആദ്യം 2 സ്ഥലത്തും പോയി പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും പൂജയുടെ സമയമാവാനായപ്പം ഒന്ന് അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് നമ്മളകത്ത് അമ്പലത്തിനകത്തേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ അത്. നമ്മളെ അമ്പലത്തിൽ വാമനാവതാരത്തിലെ പ്രതിഷ്ഠയാണ്. അതായത് വാമനമൂർത്തി എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു പ്രതിഷ്ഠ കേട്ടോ നമ്മളെ അമ്പലത്തിലുള്ളത്. അങ്ങനെ അമ്പലത്തിൽ പോയി അമ്പലത്തിൻ്റെ ചുറ്റിയിട്ടൊക്കെ വന്നു കേട്ടോ. ഒന്ന് ചുറ്റിയിട്ടൊക്കെ വന്നതിന് ശേഷം അമ്പലത്തിൻ്റെ അകത്ത് പോയി. പിന്നെ പൂജാ സമയമായി. പൂജാ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പൂജാ സമയമായതിന് ശേഷം ഒന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ബ്രാശൻ ഉണ്ടായിരുന്നു, ബ്രാശൻ്റെ അടുത്ത് നിന്ന് കുറിയൊക്കെ വാങ്ങി, ചന്ദനും കുറിയൊക്കെ വാങ്ങിയിട്ട് കുറിയൊക്കെ തൊട്ട് നമ്മളിങ്ങനെ പുറത്തോട്ട് വന്നു. എല്ലാ വർഷവും പിറന്നാളിന് എനിക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് പറ്റാറില്ലായിരുന്നു കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് പോകാൻ പറ്റി. അതുകൊണ്ട് ഇപ്രാവശ്യം വന്നു. പിന്നെ ഇവിടെ ഒരു കല്ലുണ്ട് കേട്ടോ. ഈ കല്ലിന് എത്രയോ വർഷം പഴക്കമുള്ളൊരു കല്ലാണ്. ഈ ഒരു കല്ലിൽ പഴയ കുറച്ച് ലിപികളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരോ അക്ഷരത്തിനും ഓരോ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ ഒരു വീഡിയോയിൽ തീരില്ല, അത്രയും ഉണ്ട്. കുറേ ചരിത്രമുണ്ട് കേട്ടോ അമ്പലത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എൻ്റെ 2 ചേച്ചിമാരും കൂടിയിട്ട് എനിക്കൊരു ടോപ്പ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.